السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد. ലൂത്ത് നബി ചരിത്രം തുടരുന്നു. ഹാറാനിന്റെ പുത്രൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. സുന്ദരിയും ബുദ്ധിമതിയും ധീരവനിതയുമായ സാറ റളിയല്ലാഹു അൻഹ കുലീന കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. നാഹൂർ വിവാഹം ചെയ്തത് മലിക എന്ന ചെറുപ്പക്കാരിയെയാണ്. ലൂത്ത് എന്ന പദത്തിന് സ്നേഹിക്കുക എന്നാണ് അർത്ഥമെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹം കാരണമാണ് ഈ പേര് കിട്ടിയതെന്നും ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ലാം മത പ്രചാരണം തുടങ്ങിയപ്പോൾ ആദ്യമായി വിശ്വസിച്ചവരിൽ സാറ റളിയല്ലാഹു അൻഹ, ലൂത്ത് അലൈഹിസ്സലാം എന്നിവർ ഉൾപ്പെടുന്നു. പൗരാണിക ലോക ചരിത്രത്തിൽ ഉന്നത സ്ഥാനം നേടിയ സ്ഥലമാണ് മെസോപ്പൊട്ടോമിയ. പൗരാണിക നദീതട സംസ്കാരത്തിന്റെ കേന്ദ്രം. ലോകപ്രസിദ്ധമായ രണ്ട് നദികൾക്കിടയിലാണ് ഈ പ്രദേശം, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. വിശാലമായ നദികൾ മെസോപ്പൊട്ടോമിയയെ ഫലപുഷ്ടിയുള്ളതാക്കി. കൃഷികൾ വളർന്നു, കന്നുകാലികളും വർദ്ധിച്ചു. നാട് സമ്പൽ സമൃദ്ധമായി. ആ നാടിനെ ഐശ്വര്യത്തിന്റെ കളിത്തൊട്ടിലെന്ന് കാലം വിളിച്ചു. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നാട്. നാഗരികതകൾ വളർന്നു വന്നതിവിടെയാണ്. യൂഫ്രട്ടീസ് നദിയിലേക്ക് ഒഴുകി വരുന്ന ഒരു അരുവിയുടെ കരയിലാണ് ഊർ പട്ടണം. ഹാറാനും കുടുംബവും ഊർ പട്ടണത്തിൽ താമസിച്ചിരുന്നു. ഹാറാൻ പട്ടണം സ്ഥാപിച്ചത് ഹാറാൻ ആണെന്നാണ് അഭിപ്രായം. അത് ദുർബലമായ അഭിപ്രായമാണെന്ന് രേഖപ്പെടുത്തിയവരുമുണ്ട്. ഹാറാൻ പ്രസിദ്ധമായ പട്ടണമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ കുറെ കാലം താമസിച്ചിട്ടുണ്ട്. ഹാറാനും മക്കളും ഇവിടെ ഉണ്ടായിരുന്നു. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ബാല്യകാലം അവിടെ കഴിഞ്ഞുകൂടിയെന്ന് കരുതാം. പദ്ദൻ അരം എന്ന പട്ടണത്തിലും അവർ താമസിച്ചിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ഊർ, പദ്ദനരം, ഹാറാൻ തുടങ്ങിയവ. ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ രാജ്യം ഭരിക്കുന്നത് ധിക്കാരിയായ നമ്രൂദ് രാജാവാകുന്നു. ബാബിലോണിൽ വെച്ച് നടന്ന ഒരു ദുഃഖ സംഭവം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. സ്വന്തം പിതാവിന്റെ മരണം. ഹാറാൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് താറഹ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. ഹാറാന്റെ മരണം ചെറുപ്പക്കാരനായ ലൂത്ത് അലൈഹിസ്സലാമിനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. പിതാവിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പിതാവിന്റെ പിതാവ് പിന്നീട് മരണപ്പെട്ടു. അത് മറ്റൊരു ദുഃഖ സംഭവമായിരുന്നു. താറഹ്, മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ഭാര്യ സാറ റളിയല്ലാഹു അൻഹ, ലൂത്ത് അലൈഹിസ്സലാം എന്നിവർ കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ ഹാറാനിലെത്തി അവിടെ തമ്പടിച്ചു താമസിച്ചു. താറഹിന് അന്ന് 250 വയസ്സുണ്ട്. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. കൂടെയുള്ളവർ ആശങ്കാകുലരായി. മരുന്നുകളും ശുശ്രൂഷകളും ഫലം ചെയ്തില്ല. താറഹ് മരണപ്പെട്ടു. ഹറാൻ പട്ടണം ആ ദുഃഖ സംഭവത്തിന് സാക്ഷിയായി. പിന്നീട് യാത്രാ സംഘത്തിൽ 3 പേരായി. ഇബ്രാഹിം അലൈഹിസ്സലാം, സാറ റളിയല്ലാഹു അൻഹ, ലൂത്ത് അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ദൗത്യമാണ് ലൂത്ത് അലൈഹിസ്സലാമിന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതം സംഭവ ബഹുലമാണ്. അതിനെല്ലാം ലൂത്ത് അലൈഹിസ്സലാം സാക്ഷിയാണ്. ആരോഗ്യവും ബുദ്ധിശക്തിയും സാമർഥ്യവുമുള്ള ചെറുപ്പക്കാരനാണ് ലൂത്ത് അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമും ഭാര്യയും ചെറുപ്പക്കാരനെ പുത്രനെ പോലെ കരുതി സ്നേഹിച്ചു. ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള യാത്രയിൽ പല പരീക്ഷണങ്ങൾ നേരിട്ടു. ഈജിപ്തിലെ രാജാവിന്റെ പട്ടാളക്കാർ യാത്രക്കാരെ എല്ലാം നിരീക്ഷിക്കും. സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ പിടികൂടും. കൊട്ടാരത്തിലെത്തിക്കും. പിന്നെ കുറെ നാൾ കൊട്ടാരത്തിൽ രാജാവിന്റെ കൂടെയാണ് അവളുടെ താമസം. രാജാവ് പറയുന്നതൊക്കെ അനുസരിച്ചാൽ കൈനിറയെ സമ്മാനങ്ങളുമായി മടങ്ങാം. എതിർത്താൽ കീഴ്പ്പെടുത്തും. രാജാവല്ലേ, ശക്തനല്ലേ, ചോദ്യം ചെയ്യപ്പെടുകയില്ല. സറാബി റളിയല്ലാഹു അൻഹയെ പിടികൂടി കൊട്ടാരത്തിലെത്തിച്ചു. രാജാവ് പിടിക്കാൻ വന്നു. തളർന്നു വീണു. സറ റളിയല്ലാഹു അൻഹ ദുആ ചെയ്തപ്പോൾ ആരോഗ്യം വന്നു.
വീണ്ടും പിടികൂടാൻ വന്നു, തളർന്നു വീണു. വീണ്ടും ദ്വാ ചെയ്യാൻ കെഞ്ചി ദ്വാ ചെയ്തു. ആരോഗ്യം വന്നപ്പോൾ പഴയത് ആവർത്തിച്ചു, തളർന്നു വീണു. ഇനി ആവർത്തിക്കില്ലെന്ന് കേണു പറഞ്ഞു. ആരോഗ്യം കിട്ടി. പിന്നെ മാന്യമായി പെരുമാറി. യാത്രാസംഘത്തെ ആദരിച്ചു. രാജാവ് അവർക്ക് നൽകിയ സമ്മാനമാണ് ഹാജറ എന്ന ചെറുപ്പക്കാരി. യാത്രാസംഘത്തിന്റെ അംഗസംഖ്യ 4 പിന്നീട് അവർ ഫലസ്തീനിലെത്തി. അവിടെ വെച്ചാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ സാക്ഷാൽ ദൗത്യം ആരംഭിക്കുന്നത്. സ്വതന്ത്ര ചുമതലയുള്ള പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത് 5 നാടുകളിലെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ടു. സദൂം, ഇറായിമ, ആമുദ, ദാമാസ്, അറായ, സമ്പൽ സമൃദ്ധമായ 5 നാടുകൾ, ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പട്ടണങ്ങൾ, ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന ഗ്രാമങ്ങൾ, ചരിത്രമുറങ്ങുന്ന താഴ്വരകൾ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.